ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് സൈഡും മുറിച്ചുള്ള ഒരു കത്തി പോലെയാണ്. നമ്മളതിനെ വേണ്ട രീതിയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. മറിച്ചാണെങ്കിൽ ഇതേ പേഴ്സൺ തന്നെ ഒരു ദിവസം കുറച്ച് ജങ്ക് ഫുഡ്സ് കഴിച്ചെന്ന് വിചാരിക്കും, കാര്യമായിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല. ആഴ്ചയിൽ 4 ദിവസം കഴിച്ചാലോ, ഒരു മാസത്തിൽ 10ഉം 20 തവണ കഴിച്ചാലോ അത് കുഴപ്പമില്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ടൈനി ചേഞ്ചസ് മേക്സ് റിമാർക്കബിൾ റിസൾട്ട്സ്. ഇത് ശരിയാണോ? പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യമൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു കഥ പറയാം. അതായത് ബ്രിട്ടീഷ് സൈക്ലിങ്ങിൻ്റെ മുഖം തന്നെ മാറ്റിയൊരു കഥയാണിത്. 90കളിൽ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റുമാർക്ക് ഒളിമ്പിക് വേദിയിലും അതുപോലെ അവരുടെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ഇവൻ്റ് ആയിട്ടുള്ള ടൂർ ഡി ഫ്രാൻസിലും കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡേവ് ബ്രെയിൽസ്ഫോർഡ് എന്നൊരു പെർഫോമൻസ് ഡയറക്ടറിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. അദ്ദേഹം അതിനെ വിളിച്ചിരുന്നത് അഗ്രിഗേഷൻ ഓഫ് മാർജിനൽ ഗെയിൻസ് എന്നാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പല ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഓരോ പോർഷൻസിലും ഒരു 1% ഇമ്പ്രൂവ് അദ്ദേഹം ചെയ്യും. ലാസ്റ്റ് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത ഭാഗങ്ങളെല്ലാം കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതൊരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആയിട്ട് മാറുന്നു. ഒരു ഉദാഹരണത്തിന് ബ്രെയിൽസ്ഫോർഡും ആളുടെ സഹപ്രവർത്തകരോട് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈക്ലിംഗ് ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചിട്ട് അതിൽ എവിടെയൊക്കെ അദ്ദേഹത്തിന് ആ 1% ഇമ്പ്രൂവ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചോ അവിടെ എല്ലാം 1% ഇമ്പ്രൂവ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ ഉണ്ടായി. അതായത് ഇപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റൈഡിങ് ഗിയേഴ്സ് ഓരോ സൈക്ലിസ്റ്റിനും പ്രൊവൈഡ് ചെയ്തു, അതുപോലെ ബെറ്റർ സീറ്റിംഗ് പൊസിഷൻസ് പ്രൊവൈഡ് ചെയ്തു, എന്ന് വേണ്ട ഫാസ്റ്റസ്റ്റ് മസിൽ റിക്കവറിക്ക് വേണ്ട ജെല്ല് വരെ അവരോട് അപ്ലൈ ചെയ്തു, ബെറ്റർ സ്ലീപ്പിന് വേണ്ട ബെഡ്ഷീറ്റ്, പില്ലോ, ബെഡ് എന്ന് വേണ്ട എവിടെയെല്ലാം ആ ഒരു 1% അത്രയും മൈന്യൂട്ട് ലെവലിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് ഈ ബ്രെയിൽസ്ഫോർഡ് ചാർജ് എടുത്തൊരു 5 വർഷത്തിന് ശേഷം പിന്നീട് അവിടെ കണ്ടത് ഈ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റുമാരുടെ ഒരു തേരോട്ടം തന്നെയാണ്. അതിപ്പോൾ ഒളിമ്പിക് വേദിയിലായാലും അല്ലെങ്കിൽ ടൂർ ഡി ഫ്രാൻസിലായാലും അവരെ ആണ് മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു ഡൗട്ടാണ്, എങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വലിയ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതല്ലേ? അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്, നമുക്ക് മാസീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ലൈക്ക് വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ആക്ഷൻ തന്നെ ആദ്യമേ സ്വീകരിക്കണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിഥ്യാധാരണയാണ്. അതായത് ഇപ്പോൾ ഒരു വെയിറ്റ് ലോസ് ആണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരു പേഴ്സൺ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം ചിലപ്പോൾ പട്ടിണി കിടക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫുഡ് കൺട്രോൾ ചെയ്യും, അതല്ലെങ്കിൽ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഓടാൻ പോകും. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ പേഴ്സൺ ആദ്യം തന്നെ പോയി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് ലോങ് റണ്ണിൽ ആ ഒരു വ്യക്തി ഒരിക്കലും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തെന്ന് വരില്ല. പക്ഷേ ഇതിന് പകരം, അതായത് ഒറ്റയടിക്ക് ഒരു വലിയൊരു ആക്ഷൻ ചെയ്യുന്നതിന് പകരം ആ ഒരു ആക്ടിവിറ്റിയെ എന്താ പറയുക പല പല ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ഡേവ് ബ്രെയിൽസ്ഫോർഡ് ചെയ്ത പോലെ ഓരോ പെർസെൻറ്റേജ് വെച്ച് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് റണ്ണിൽ ആ ഒരു ഗോൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തി ഓടാൻ പോകുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അങ്ങ് ഓടാൻ പോകുന്നതിന് പകരം സമയത്ത് എഴുന്നേറ്റ് ശീലിക്കാം. അങ്ങനെ 1-2 ദിവസം സമയത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പയ്യെ പയ്യെ സ്ട്രെച്ചിങ്ങുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാമപ്പുകളൊക്കെ ചെയ്യാം. അപ്പോൾ അതും ആയിട്ടൊന്ന് യൂസ്ഡ് ആയി വന്നു കഴിയുമ്പോൾ പയ്യെ പയ്യെ ഓടി തുടങ്ങാം. അങ്ങനെ ആ ഓട്ടത്തിൽ തന്നെ നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഓടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മ്യൂസിക് കേട്ടിട്ട് ഓടാം, നല്ല ഡ്രസ്സ് വെയർ ചെയ്യാം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് വെയർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ടൈനി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒറ്റയടിക്കുള്ള ഒരു ആക്ഷൻ ഉണ്ടല്ലോ അതിനേക്കാളും ഫാർ ബെറ്റർ ആണ്. ഡെയിലി ഇതേപോലെ ഓരോ പെർസെൻറ്റേജ് വെച്ച് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും തോറും ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു പക്ഷേ കിലോമീറ്ററോളം താണ്ടിയിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ 1% വെച്ച് ഡെയിലി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ ആ ഒരു കാര്യത്തിൽ 37% ഇമ്പ്രൂവ്ഡ് ആവുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇത് തന്നെ തിരിച്ച് സംഭവിക്കും കേട്ടോ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓരോ ദിവസവും വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് നേരെ താഴ്ത്തേക്ക് പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ്. അതായത് എപ്രകാരമാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം പെരുകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഹാബിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്തോറും നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ്, ടൈനി ചേഞ്ചസ് ആണ് എടുക്കുന്നത്. സോ ഒരു ഹ്യൂജ് ഡിഫറൻസ് കാണാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം 1 മണിക്കൂർ വെച്ചാൽ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും മാറ്റം കാണാൻ പറ്റുമോ? ഒരാഴ്ച കൊണ്ട് പറ്റുമോ? ഒരു മാസം?
പക്ഷേ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലും മാറ്റം കാണാൻ സാധിക്കും. ഇനി ഇതേ പേഴ്സൺ തന്നെ ഒരു ദിവസം കുറച്ച് ജങ്ക് ഫുഡ്സ് കഴിച്ചെന്ന് വിചാരിക്കും, കാര്യമായിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല. ആഴ്ചയിൽ 4 ദിവസം കഴിച്ചാലോ, ഒരു മാസത്തിൽ 10ഉം 20 തവണ കഴിച്ചാലോ, അത് കുഴപ്പമില്ലേ? നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് പോലും നമ്മുടെ ലൈഫിലെ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആദ്യം തിരിച്ചറിയുക. നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തൊക്കെയെന്നാണെന്ന് തിരിച്ചറിയുക. ഈ ഹാബിറ്റ്സ് നിങ്ങളെ എങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മാറ്റമാണോ വേണ്ടത് അതിനുള്ള ചേഞ്ചസ് അപ്ലൈ ചെയ്യുക. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് 2 സൈഡും മുറിച്ചുള്ള ഒരു കത്തി പോലെയാണ്. നമ്മളതിനെ വേണ്ട രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. മറിച്ചാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.